ഹായ് ജോൺ ചേട്ടാ. ആ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിലമ്പൂർ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിരിക്കുകയാണല്ലോ. ഒരു 5 വീഡിയോളം കണ്ടു ജോൺ ചേട്ടൻ്റെ. അതിൽ UDF വിജയ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സത്യമായിട്ട് തന്നെ വന്നു. UDF വിജയിച്ചു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അതിൽ UDF ഭരണം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊന്നറിയാനാണ്. നമുക്ക് ഈ നിലമ്പൂര് ഈ തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ അങ്ങനെ UDF വൻ സാധ്യത എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ജനവിധി നമുക്ക് പറയാൻ പറ്റില്ല. LDF അനുകൂലമല്ല എന്നുള്ളൊരു സത്യമുണ്ട്. എന്നാൽ UDF ഭയങ്കര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒന്ന് രണ്ട് ചെറിയ വസ്തുതകൾ പറയാം. നമുക്ക് പെട്ടെന്ന് പറയുന്നത് എന്തെങ്ങനെ പറയണേന്ന് തോന്നും. ഇപ്പൊ കഴിഞ്ഞ രാഹുൽ ഗാന്ധി ലോക്സഭ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് നിലമ്പൂര് 43,000 വോട്ടാണ് LDF കിട്ടിയത്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഒരു 30,000 താഴെ വോട്ടാണ് LDF കിട്ടിയത്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 66,000 വോട്ടോളം LDF പിടിച്ചിരിക്കുകയാണ്. കാരണം ആ അവസ്ഥയിൽ നിന്ന് വിട്ട് LDF ശരിക്കും വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 66,000 വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല എന്ന് തന്നെ പറയണം. ശരിക്കും LDF വോട്ട് അതിനേക്കാളും വളരെ ഒരു 60-ന് താഴെ ഒരു 52 റേഞ്ചിനൊക്കെ നിൽക്കുകയാണെങ്കിലാണ് എന്ത് പറയാൻ പറ്റുള്ളൂ, LDF ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81,000-ലധികം വോട്ടാണ് LDF കിട്ടിയിട്ടുള്ളത്. അൻവർ മത്സരിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. UDF അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന 78,000-ന് മുകളിൽ വോട്ടാണ്. അപ്പോൾ അന്ന് അൻവറിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു 20,000-ൻ്റെ അടുത്ത് വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LDF കിട്ടിയേക്കാളും 16,000 വോട്ട് LDF കുറവാണ് വന്നിട്ടുള്ളത്. അൻവറാണ് മത്സരിച്ചിരുന്നത്. ഈ അൻവർ അതേപോലെ തന്നെ UDF കഴിഞ്ഞ പ്രാവശ്യത്തിന് 2,000-ഓളം വോട്ട് കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വട്ടം കിട്ടിയിരുന്നേക്കാളും UDF 2,000 വോട്ട് കുറവാണ് വന്നിട്ടുള്ളത്. LDF ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16,000 വോട്ടുമാണ് കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ അൻവറിന് 20,000 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. BJPക്ക് കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ കിട്ടിയതിൽ വിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ UDF അനുകൂലമായ ഒരു തരംഗം എന്നുള്ള നിലയിൽ UDF എന്ന് പറഞ്ഞ പ്രതിപക്ഷ പ്രസ്ഥാനത്തിനോട് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമായിരിക്കും. ഇപ്പം ഈ കിട്ടിയ 77,000 വോട്ടിലാണ് ഒരു 85 റേഞ്ചിലേക്ക് കയറണമായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF വോട്ടുകൾ വിഘടിച്ച് അൻവറിലേക്കും കൂടി പോയിരുന്നു. ഇതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ LDF ഒരു 66,000 വോട്ടോടെ ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ളൊരു മണ്ഡലത്തിൽ, അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വളരെ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിലും 66,000 വോട്ട് LDF പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ കേരളത്തിലെ കാസർഗോഡ്, മലപ്പുറം, മറ്റേ വയനാട്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലൊക്കെ UDF നല്ലൊരു മുന്നേറ്റം നടത്താം. പക്ഷേ ഈ വോട്ടിൻ്റെ LDF പിടിച്ച് 66,000 വോട്ട് വെച്ച് ബാക്കി ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UDF ഈ കാണുന്ന പോലത്തെ ഒരു വിജയത്തിൻ്റെ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല ദിവസത്തിൽ. എന്തായാലും LDF ഒരു മണ്ഡലം UDF പിടിച്ചെടുത്തു എന്നുള്ളതും, അൻവർ ഇത്രയധികം വോട്ട് പിടിച്ചിട്ടും UDF അവിടെ എന്താ പറയുക, കാര്യമായിട്ടുള്ള വോട്ട് നഷ്ടം വന്നില്ല എന്നുള്ള കാര്യത്തിൽ ആശ്വസിക്കാം. പിന്നെ നമ്മളിതിൽ കാണേണ്ട കാര്യം UDF സൈന്യം, സർവശക്തി, സമ്പൂർണമായ ഐക്യത്തിൽ പരമാവധി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടാണ് UDF ഈ 77,000-ൻ്റെ അടുത്ത് വോട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ വോട്ടുകൾ അതിനേക്കാൾ വോട്ട് വളരെയധികം കുറവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ LDF വോട്ട് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അത് UDF ഭയങ്കര അനുകൂലമായിട്ട് വരുന്നില്ല. കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകളും കൂടി UDF വരുന്ന തരത്തിൽ, കാരണം ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള വോട്ട് ആണ് അവിടെ മൊത്തം നോക്കുമ്പോൾ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ആ വോട്ട് മുന്നേ UDF വന്നിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം UDF നേതൃത്വം ഇനിയുള്ള കാലഘട്ടത്തിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ഐക്യത്തിലും വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ളൂ. അല്ലാതെ നിലമ്പൂർ ഇലക്ഷനിൽ ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കിട്ടും എന്നും പ്രതീക്ഷിച്ചിരിക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നില്ല. നമുക്ക് LDF കിട്ടിയിട്ടുള്ള വോട്ട് 65,000 അല്ലെങ്കിൽ 66,000-ന് താഴെ, അതൊരു 10,000-15,000 വോട്ടും കൂടി താഴേക്ക് പോന്നു എന്നുള്ള അവസ്ഥയാണെങ്കിലാണ്
LDFിനെതിരെ LDFിൻ്റെ നയങ്ങൾക്കെതിരെ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ 43,000 30,000 എന്നുള്ള അവസ്ഥ വെച്ച് 66,000 LDFിന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF വളരെ മൈനസ് അല്ല. കാരണം അവരുടെ എന്താ പറയുക, പാർട്ടി ചിഹ്നത്തിൽ നിന്നത് നല്ല സ്ഥാനാർത്ഥിയാണ്. നമ്മൾ കണ്ടമാനം വിവാദങ്ങളുണ്ടായിരുന്നു, പലതരത്തിൽ വിവാദങ്ങൾ. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വോട്ട് പിടിക്കാൻ പറ്റിയത് UDFിന് എന്താ പറയുക, വളരെ അനുകൂല സാഹചര്യമല്ല എന്നുള്ള സന്ദേശമാണ് നമ്മുടെ വിലയിരുത്തലിൽ പറയാൻ പറ്റുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്തെങ്കിലും പറയാമെന്ന് ചോദിച്ചത്. വേറെ സംശയങ്ങളൊന്നുമില്ല. ഇല്ല, ഓക്കെ.